ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ മെലസ്റ്റോമ ചെടിയുടെ കെയറിങ്ങും അതുപോലെ അതിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ചും പോട്ടി മിക്സിനെ കുറിച്ചും എന്ന എല്ലാ കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. പിന്നെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മെലസ്റ്റോമ പ്ലാന്റ്സുകൾ ഇപ്പോൾ 3 കളറുകളിലാണ് കാണപ്പെടുന്നത്. വൈറ്റ് കളറിലും അതുപോലെ നല്ല വയലറ്റ് കളറിലും ലൈറ്റ് വയലറ്റ് കളറിലും. മുൻപൊക്കെ ഈ ഒരു വയലറ്റ് കളറുകൾ മാത്രമായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. ഈ ഒരു വയലറ്റ് കളറിൽ ഫ്ലവറുകൾ കാണുന്ന പ്ലാന്റുകൾ വളരെ സുലഭമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്നുണ്ട്. ഇതിൻ്റെ 3 കളറുകളും ആദ്യം നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള വയലറ്റ് ഫ്ലവറുള്ള പ്ലാന്റ്. ഇത് വാങ്ങുമ്പോൾ ഒരു ചെറിയ പ്ലാന്റ് ആയിരുന്നു, ഇപ്പോൾ വലുതായിട്ടുള്ളതാണ്. പക്ഷേ ഇതൊരു ചെറിയ വെയിലത്ത് വെച്ചതുകൊണ്ട് അതിൻ്റെ ഇലകൾക്ക് കുറച്ചൊരു കരിച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മാറ്റി വെച്ചപ്പോൾ അത് നല്ല ഹെൽത്തിയായ പ്ലാന്റായി വന്നിട്ടുണ്ട്. അടുത്തത് നമ്മൾ കാണുന്നത് നല്ല വൈറ്റ് ഫ്ലവറുള്ള ഒരു മെലസ്റ്റോമ പ്ലാന്റാണ്. ഇതിന് വലിയ പൂക്കളാണ് ഇതിലുണ്ടാവാറുള്ളത്. അതേപോലെ നിറയെ മൊട്ടുകളും വന്നിട്ടുണ്ട്. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണിത്. ഒരുപാട് മൊട്ടുകൾ ഈ ഒരു പ്ലാന്റിലുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഒരു ലൈറ്റ് വയലറ്റ് കളറിലുള്ള മെലസ്റ്റോമ പ്ലാന്റാണ്. ഈ 3 പ്ലാന്റുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് നമ്മൾ കാണുന്നത്, കിട്ടാനുള്ളതും. വേറൊരു കളറിലും മെലസ്റ്റോമ പ്ലാന്റുകൾ കാണാറില്ല. പിന്നെ ഈ ചെടികൾക്ക് ഞാൻ വളമായിട്ട് കൊടുക്കാറുള്ളത് മണ്ണ്, മണൽ, അതുപോലെ ചാണകപ്പൊടി, എല്ലുപൊടി, ഇത്രയുമാണ്. ആ ഒരു പോട്ടി മിക്സ് മതി ഈ ചെടിക്ക് നമുക്ക് നന്നായിട്ട് വളർന്നു വരാനായിട്ട്. പിന്നെ നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ള ഒരു ചെടി തന്നെയാണ് മെലസ്റ്റോമ. എന്ന് വെച്ച് മെച്യൂർ ആവാത്ത പ്ലാന്റ്സുകളൊന്നും നമ്മൾ നല്ല സൺലൈറ്റുള്ള ഭാഗങ്ങളിൽ വെച്ച് കൊടുക്കരുത്. അതിൻ്റെ ഇലകൾ പെട്ടെന്ന് വാടി കരിയുന്നതാണ്. അതുപോലെ ഞാൻ കുറച്ച് നേരം വെച്ചതാണ് ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ ഇലകൾ ചില ഭാഗത്ത് കരിഞ്ഞതായിട്ട് കാണുന്നത്. ഒരുപാട് ഇലകൾ ഉണ്ടായിരുന്നൊക്കെ കുറേ കരിഞ്ഞിട്ട് കൊഴിഞ്ഞു പോയതാണ്. അങ്ങനെ നല്ല വെയിലുള്ള ഭാഗത്ത് ഇത്ര ചെറിയ പ്ലാന്റുകൾ വെച്ച് കൊടുക്കാൻ പാടില്ല. അല്പം വെയിലും അതുപോലെ കുറഞ്ഞ തണലും കിട്ടുന്ന ഷെയ്ഡിലാണ് ഈ ചെടിക്ക് ഏറ്റവും നല്ലത്. വലിയ പ്ലാന്റ് ആയാൽ കുഴപ്പമൊന്നുമില്ല, വെയിലത്ത് വെച്ചാലും. വെയിലുള്ളിടത്ത് നമുക്ക് വെച്ച് കൊടുക്കാൻ വലിയ പ്ലാന്റുകൾ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. ഈ ചെടി കുറേ അധികം വളർന്നിട്ട് വലിയ ചെടിയായിട്ട് വളർന്നു വരാറുണ്ട്. പിന്നെ എന്നും നിറയെ പൂക്കളുണ്ടാവും എന്നുള്ളതാണ് ഈ ചെടിയുടെ പ്രത്യേകത. നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ 2 നേരം നമ്മൾ ഈ ചെടിക്ക് നനച്ച് കൊടുക്കേണ്ടതാണ്. പിന്നെ ഈ മെലസ്റ്റോമ ചെടി നമ്മുടെ ഗാർഡനൊക്കെ വെച്ച് കൊടുത്താൽ നല്ല അലങ്കാരമായിട്ട് നിൽക്കാൻ പറ്റിയ ഒരു ചെടി തന്നെയാണെന്നതിലൊരു സംശയമില്ല. അത്രക്കും ഭംഗിയുണ്ട് ഇതിൻ്റെ പൂക്കൾക്ക്. ഈ ചെടിയിൽ നിറയെ പൂക്കളുണ്ടായാൽ ഏതൊരു ചെടിയേക്കാളും ഭംഗി തോന്നും ഈ ചെടികൾക്ക്. ഈ പ്ലാന്റ് ഞാനൊരു 10 ഇഞ്ചിൻ്റെ പോട്ടിലാണ് നട്ടു കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് വളരെ ഉയരത്തിൽ വളരും എന്നുള്ളതാണ്. അപ്പോൾ അതിന് അത്യാവശ്യം വേണ്ടി വരുന്ന പോട്ടി മിക്സ് നമുക്ക് ആ ഒരു പോട്ടിൽ നിറച്ച് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നല്ല വലിയ ചെടിയായി വളരുന്നത് കൊണ്ട് നമുക്ക് വലിയൊരു ചട്ടിയിൽ വെച്ച് കൊടുക്കുന്നതാവും നല്ലത്. പിന്നെ ഏറ്റവും നല്ലത് നിലത്ത് നട്ടു കൊടുക്കുന്നതായിരിക്കും. എന്നാൽ പെട്ടെന്നൊന്നും നശിച്ചു പോകില്ല. അങ്ങനെയുള്ള പ്ലാന്റുകൾ പെട്ടെന്ന് വളർന്ന് നശിച്ചു പോകാതെ നിറയെ പൂത്തുലഞ്ഞ് നിൽക്കുന്നതും കാണാറുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറയാം. ഈ ചെടിയിൽ നിന്നും വളരെ ചെറുതായിട്ടുള്ള തളിർപ്പ് ഉള്ള ചെറിയ കമ്പുകളായിരിക്കണം വേര് പിടിപ്പിക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ആ കമ്പിൽ മൊട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് വെറും അതിൻ്റെ ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ചൊക്കെ വലിപ്പത്തിലുള്ള തളിർ കൊമ്പുകൾ വേണം നമ്മൾ വേര് പിടിപ്പിക്കാനായിട്ട് എടുക്കേണ്ടത്. പോട്ടി മിക്സായിട്ട് നമുക്ക് മണ്ണും മണലും ചാണകപ്പൊടിയും മാത്രം മിക്സ് ചെയ്തിട്ട്
അങ്ങനെയുള്ളൊരു പോട്ടി മിക്സിൽ നട്ടു കൊടുത്താൽ മതി. ഈ മെലസ്റ്റോമയുടെ കമ്പുകൾ വേര് പിടിച്ച് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. ഒരു 5-8 എണ്ണമൊക്കെ വെച്ച് കൊടുത്താൽ നമുക്കൊരു 4-5 എണ്ണമൊക്കെയാണ് ശരിക്കും വേര് പിടിച്ച് കിട്ടുകയുള്ളൂ. കമ്പ് നട്ട് വെച്ചാൽ വെള്ളം നമ്മൾ കുറേശ്ശെയായിട്ട് നനച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് നശിച്ചു പോകും. പിന്നെ ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ അതിന് ചെറുതായിട്ട് വേര് പിടിച്ച് കിട്ടും. അങ്ങനെ വേര് പിടിച്ച് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള തൈ ആയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു പോട്ടിലേക്ക് പോട്ടിംഗ് മിക്സൊക്കെ മാറ്റി വളങ്ങളൊക്കെ ചേർത്ത് വെച്ച് നമുക്ക് നട്ടു കൊടുക്കാം എന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മെലസ്റ്റോമ ചെടിയുടെ തൈകൾ വേര് പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. അതുകൊണ്ട് ഏതൊരു ചെടിയിലും നമ്മൾ ചട്ടിയിൽ നടുകയാണെങ്കിൽ ചട്ടിയുടെ അടിയിലായിട്ട് കരിയിലകൾ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ചെടികൾക്ക് വളരെ നല്ല ഒരു പോട്ടി മിക്സാണ്. അത് ചീഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു വളമായിട്ട് മാറുന്നതാണ്, അടിവളമായിട്ട്. അതുപോലെ തന്നെ ചെടി നട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ചട്ടിയുടെ മേൽഭാഗത്തും നമുക്ക് കുറേശ്ശെ കരിയില ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നാൽ വെയിലടിച്ചിട്ട് വേരുകൾക്കൊന്നും ക്ഷീണം പറ്റാതിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെ ആ ചെടികൾക്കൊരു ക്ഷീണമില്ലാതെ എന്ത് വെയിലാണെങ്കിലും കുഴപ്പമില്ലാതെ നിന്നോളും. പിന്നെ പൂക്കൾ കൂടുതൽ കിട്ടാനായിട്ട് നമുക്ക് NPK വളം ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ മെലസ്റ്റോമ ചെടി ചെറിയ ഒരു തൈ ആണെങ്കിൽ പോലും ആ ചെടിയിൽ പൂക്കളുണ്ടായിരിക്കും. അതാണ് മെലസ്റ്റോമ ചെടിയുടെ ഒരു പ്രത്യേകത. വളരെ ചെറിയ ഒരു പ്ലാന്റ് ആണെങ്കിലും അതിൽ പൂക്കളുണ്ടാവും. പിന്നെ ചെടിയുടെ വേര് ഭാഗങ്ങളിലൊക്കെ ചില പ്ലാന്റുകളിലൊക്കെ ഉറുമ്പിൻ്റെ ശല്യങ്ങൾ കാണാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ചെടിയുടെ ചുറ്റിലും ചട്ടിയുടെ ചുറ്റിലും മണ്ണെണ്ണ തെളിച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഉറുമ്പുകൾ കയറിയിട്ട് മൊട്ടുകളൊക്കെ നശിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.